നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പിറപ്പോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ രാത്രി 11 മണിയോടടുത്തിരിക്കുമ്പോഴും അതിന്റെ ചൂട് കാരണം നമ്മുടെ ശരീരം വിയർക്കുമല്ലോ. എങ്കിൽ നാളെ ഒരു ചാണ മുകളിൽ അല്ലാഹുവിന്റെ പരലോകത്ത് സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാ. ചെമ്പിന്റെ തറയിലാണ് ഇന്ന് ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നെങ്കിൽ നാളെ പടച്ചവനെ ജനങ്ങളെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര് ജനങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാ. അവൻ അവിടെ കിടന്ന് വിളിക്കുകയാണ്, യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ ഭയാനകമായ ദിവസത്തില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? അന്നങ്ങാണം ഒരു ഗർഭിണികളായ പെണ്ണുണ്ടെങ്കിൽ ഉമ്മ എപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്ര വലിയ വേദനയാണ് അത്, മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മമാരെ നാളെ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ പരലോകത്തെങ്ങാണം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. ഒരു പ്രസവിക്കുന്നത് പോലെ ആ ഭയാനകമായ ദിവസത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചാ പോലും അറിയില്ല. അത്രയും ഭയാനകമായ ദിവസമാ. അതുകൊണ്ടാണ് മഹാനായ തടവ ഉസ്താദ് പറഞ്ഞത്, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോശ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോള. എന്തു ഭയാനകമായ ചൂടെന്നറിയുമോ? കാളവണ്ടി വലിച്ചിട്ട് വരുമ്പോ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളകൾ അതിന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് പോലെ നാളെ പടച്ചറപ്പ് പരലോകത്ത് വെച്ച് മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. ഉമ്മടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ഉമ്മ ഇങ്ങനെ ചോറ് വെക്കുമ്പോ തിളച്ചു മറിയുന്നത് പോലെ ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ. ഇതുപോലെ നമ്മുടെ തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട് മക്കളെ. അന്ന് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അല്ലാഹുവേ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പരലോകത്തെ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ വിചാര നടക്കുന്ന രംഗമുണ്ടല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാ പിടിച്ചാൽ അവൻ നശിച്ചു പോയി. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയില് പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു വിളിക്കുകയാണ്. ഒരു വിഭാഗത്തെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാ. അവരാരെന്നറിയുമോ? അവര് നിസ്കരിച്ചവര് മാത്രമല്ല, അവര് ഖുർആൻ ഓതിയവര് മാത്രമല്ല, അവര് സദഖ കൊടുത്തവര് മാത്രമല്ല, അവര് ഇൽമു പഠിച്ചവര് മാത്രമല്ല, അവര് മഹാന്മാരെ സ്നേഹിച്ചവര് മാത്രമല്ല, അവര് നോമ്പ് പിടിച്ചവര് മാത്രമല്ല, പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. അടുത്തേക്ക് വരാൻ ആരെയാണ് വിളിക്കുന്നതെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ്,
ജീവിതത്തിൽ ദുഃഖം വന്നാലും ദുരിതം വന്നാലും പ്രയാസം വന്നാലും വേദന വന്നാലും പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവര് പറയുന്നു അൽഹംദുലില്ലാഹ്. എല്ലാ കാര്യങ്ങളിലും അവർ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ. അവരുടെ നാവ് കൊണ്ട് അവർ തവക്കൽതു അലല്ലാഹ് പറഞ്ഞവരാ. റബ്ബിനെ പരമേൽപ്പിച്ചവര് അവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു വിളിക്കുകയാണ് വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അവര് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ്, തന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർക്ക് അല്ല തരുന്ന 6ാമത്തെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും അള്ളാന്റെ കോടതിയിൽ നിന്ന് ഒരുങ്ങുമ്പോൾ അള്ളാഹു VVIPകളെ പോലെ സ്വർഗത്തിലേക്ക് അവരെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹിസാബ യസീറ, ചെറിയ ഹിസാബിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ VVIPകളെ പോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആ പരലോകത്ത് രക്ഷപ്പെടുന്ന 6ാമത്തെ വിഭാഗം തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ പറയുന്നവരാ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വെറുതെ വണ്ടിക്കകത്ത് എഴുതി വെച്ചാൽ പോരാ തവക്കൽതു അലല്ലാഹ്. ചില ഓട്ടോയുടെ പേര് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുന്നിൽ തവക്കൽതു അലല്ലാഹ്. അത് വെറും തവക്കൽതു അലല്ലാഹ് ആയി പോകും, ജീവിതത്തിലൊന്നും കാണൂല. വണ്ടിക്കകത്ത് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, വലിയ കൊട്ടാരം പണിതിട്ട് എഴുതി വെച്ചിരിക്കുക ഇതെന്റെ റബ്ബെനിക്ക് നൽകിയ ഫദ്ലാണ്. അതിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തേ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെയാ പറയേണ്ടത്. വലിയ കൊട്ടാരങ്ങൾ, ഓരോ മനുഷ്യന്മാര് കൊട്ടാരങ്ങൾ പണിയുന്നു. മനസ്സിലാക്ക്, ഒരാരോ പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്യണം, വീട് പണി നടക്കുന്നു എന്ന്. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് 2 കാര്യങ്ങളിൽ ആഗ്രഹം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 കാര്യങ്ങളിൽ അള്ളാഹു ആഗ്രഹം കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിലും കല്ലിലും പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. വീട് വെച്ച് മുടിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടും. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കുന്നവർക്ക് കിട്ടുന്ന 6ാമത്തെ നേട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7ാമത്തെ പ്രതിഫലം ഒരെണ്ണം കൂടെ കേൾക്കാൻ ഇരുന്നൂടെ? 11 മണിക്ക് നിർത്തുമെന്ന് പറഞ്ഞു, ഇനി 4 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇരുന്നൂടെ? ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? എന്താപ്പാ? ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? വാക്കുപാലിക്കാത്തതിന്റെ പേരിൽ, വാക്കുപാലിക്കാത്തതിന്റെ പേരിൽ, ചെയ്ത കരാറ് ലംഘിച്ചതിന്റെ പേരിലാ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, ഇപ്പൊ 11:10:56 4 മിനിറ്റ് ഉണ്ട്. എങ്ങനെ പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കൂലേ? ഒരല്പം നേരം കൂടി ഇരിക്കൂലേ? എന്തപ്പാ നിങ്ങളൊരു പിണക്കമുള്ളത് പോലെ? ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ അടുത്ത് ഉസ്താദ് പറഞ്ഞു, വയത് പറഞ്ഞാൽ മാത്രം മതി, പ്രസംഗിച്ചാൽ മാത്രം മതി. അൽഹംദുലില്ലാഹ്. വിദ്യാർത്ഥികളുടെ കാര്യം അത് അള്ളാഹ് നോക്കിക്കോളും. അൽഹംദുലില്ലാഹ്. അതാണല്ലോ, താഴെ ആ റോഡ് സൈഡിൽ ഒരു മഹാൻ കിടപ്പുണ്ട്. അതുള്ളിടത്തോളം കാലം ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പട്ടിണി കിടക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊക്കെ റബ്ബതല്ലേ. അൽഹംദുലില്ലാഹ്. അതൊക്കെ ഇങ്ങനെ നടക്കും, കാര്യങ്ങളൊക്കെ നടന്നു പോകും. അള്ളാഹു എല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. ഒരല്പം നേരം ഇരിക്കോ? ഇരിക്കോ? നിങ്ങൾ എല്ലാരും പറഞ്ഞാൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. പറയണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കുക. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. എന്നിട്ട് ഓരോ വിദ്യാർത്ഥികളെ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഞാൻ പറയണത് അറിയോ? നമ്മുടെ മക്കളെ നമുക്ക് നല്ലതുപോലെ പഠിപ്പിച്ച് ആലിമാക്കാൻ പറ്റിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഹാഫിളീങ്ങളാക്കാൻ പറ്റിയോ? നമ്മുടെ മക്കൾ ഹാഫിളീങ്ങളാണോ? ആലിമീങ്ങളാണോ? ഇല്ലപ്പ, നമുക്കാകാൻ പറ്റിയില്ല.
നമ്മുടെ മക്കളെ ആക്കാൻ പറ്റിയില്ല. പക്ഷെ അൽഹംദുലില്ലാ ഒരു വളർത്തുമോനെങ്കിലും എടുത്തൂടെ? ഞാൻ അതാ ചോദിക്കണേ. ഇവിടെ 100-300 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം 25,000 രൂപ. അതൊന്നും വേണ്ടെന്നേ. അൽഹംദുലില്ലാ ഈ കോളേജിൽ പഠിക്കണ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം ഭക്ഷണം കൊടുത്താൽ മതി. അത് മതി നിങ്ങളുടെ കയ്യിലുള്ളപ്പോ. ഒരു വിദ്യാർത്ഥി ഏറ്റെടുക്കുമ്പോ ഒരാളായി പോകത്തില്ലേ? ഒരു വിദ്യാർത്ഥി ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ 300ഓളം കുട്ടികളും ഉണ്ട്, ഉസ്താദന്മാരുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്താൽ അൽഹംദുലില്ലാ അതല്ലേ ഏറ്റവും. അത്രയും പേരുടെ പ്രതിഫലം കിട്ടൂല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ എല്ലാ ഉസ്താദന്മാരും നമ്മളൊക്കെ പ്രസംഗിക്കാൻ കയറുമ്പോ അള്ളാഹിനോട് ദുആ ചെയ്യും, പടച്ചോനെ അള്ളാഹുവെ പഠിക്കണ കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് അവർക്ക് കൊടുക്കണമെന്നില്ലേ? നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം. നിങ്ങളൊക്കെ ചോദിക്കുമല്ലോ, ഈ മുത്തല്ലിങ്ങൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? പണ്ടൊക്കെ മുത്തല്ലിങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാലത്ത് ദറസുകൾ ഉള്ളപ്പോ കുട്ടികൾ കിട്ടാൻ വേണ്ടി വാശിയ, എന്റെ വീട്ടിലത്തെ. കാരണം എന്തെന്നറിയോ? നമുക്കതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ. നമ്മൾക്കറിയാൻ ചരിത്രം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹജ്ജിന് പോയ ഹാജിയാര്, ഷഹീദായ ശുഹദാ, സദക്ക കൊടുത്ത മനുഷ്യൻ, ഇവര് 3 പേരും കൂടെ ആദ്യം സ്വർഗത്തിൽ കിടക്കാൻ ഒരു ആലിമ്, ഹജ്ജ് ചെയ്ത ആള്, സദക്ക കൊടുത്ത ആള്, ജിഹാദ് ചെയ്ത ആള്, ഇവര് 4 പേരും കൂടെ ആദ്യം സ്വർഗത്തിൽ പോണെന്ന് പറഞ്ഞു വാശിയ. എനിക്ക് പോണം ആദ്യം എനിക്ക് പോണെന്ന് പറഞ്ഞു വാശിയ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹജ്ജിന് പോയ ഹാജിയാർ, ആ ഹജ്ജ് പടച്ചോനെ എനിക്ക് നീ തന്ന സമ്പത്ത് കൊടുത്തിട്ട് ഞാൻ ഹജ്ജിന് പോയല്ല, ഹജ്ജ് ചെയ്ത മനുഷ്യന് സ്വർഗം ഉണ്ടെന്നല്ലേ, ഞാനല്ലേ അല്ല ആദ്യം സ്വർഗത്തിൽ കിടക്കണ്ടേ? അപ്പൊ അള്ളാഹു ചോദിക്കുവത്രടാ ചങ്ങാതി, നിനക്ക് ഹജ്ജിന് പോകാൻ അതിന്റെ അമലുകൾ പറഞ്ഞു തന്ന ആരാ? അത് ഉസ്താദാ. ഹജ്ജിന് പോകുക കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തന്ന ആരാ? ഉസ്താദാ. അപ്പൊ ഉസ്താദല്ലേ പോണ്ടേ? നീ അങ്ങോട്ട് മാറി നിൽക്ക്. ആ മനുഷ്യനെ മാറ്റി നിർത്തും. ജിഹാദിന് പോയ മനുഷ്യനോട് ചോദിക്കും, നിനക്ക് പ്രതിഫലം പറഞ്ഞു തന്ന ആളാരാ? അത് ഉസ്താദാ, ആലിമാ. അപ്പൊ നീയല്ലല്ലോ പോകേണ്ടത്, ആലിമല്ലേ പോകേണ്ടത് അല്ലേ? ആദ്യം ഉസ്താദല്ലേ പോകേണ്ടത്. അദ്ദേഹത്തെ മാറ്റി നിർത്തും. സദക്ക കൊടുത്ത മനുഷ്യനോട് ചോദിക്കും, നീ സദക്ക കൊടുത്തല്ലോ, ഇതിന്റെ പ്രതിഫലം പഠിപ്പിച്ചു തന്ന ആരാ? അത് ഉസ്താദാ പഠിപ്പിച്ചു തന്നെ. സദക്ക കൊടുത്തവനെയും മാറ്റി നിർത്തും. അവസാനം ആലിമ് വിചാരിക്കും ഞാനാ. അപ്പൊ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് ഞാനായിരിക്കും. ആ സമയത്ത് അള്ളാഹു ചോദിക്കും അത്രേ, നീ ഇൽമു പഠിക്കണ കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരാ? നിനക്ക് വസ്ത്രം തന്നതാരാ? നിനക്ക് കിടക്കാൻ പാവടിച്ചു തന്ന ആരാ? നിനക്ക് വെയിൽ കൊള്ളാതെ കിടക്കാൻ ഒരു ബിൽഡിംഗ് പണിത് തന്ന ആരാ? അത് ഇന്ന മനുഷ്യരാ അല്ലാ. അപ്പൊ അവരല്ലേ ആദ്യം കിടക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ അവൻ പോകുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ പോകും. കാരണം അതാണ് നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 100-300 മക്കളുണ്ട്. ആ മക്കൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ, ഇന്നോ നാളെയോ അല്ല, അടുത്ത ഉറൂസ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 1 വർഷക്കാലമുണ്ട്. ഈ 1 വർഷക്കാലത്തിന്റെ ഇടയിൽ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വരണം. ഈ സ്ഥാപനത്തിൽ വന്നു നിങ്ങളുടെ ഭാര്യ മക്കളുമായി വന്നിട്ട്, അൽഹംദുലില്ലാ 300 മക്കൾ ഇവിടെ ഉണ്ട്. നമുക്ക് 300 വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. ഒരു ദിവസം അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയ ഈ മക്കൾ ഇറങ്ങിപ്പോയതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഖബറാളികൾക്ക് പോലും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയും മഹത്വമുള്ള ഈ മുത്തഅല്ലിമീങ്ങൾ ഒരാള് ദുആ ചെയ്താൽ പോരെ? അള്ളാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഓരോ ദിവസവും ഇവിടുത്തെ സ്വലാത്തിലും മറ്റുള്ളതിലൊക്കെ ഈ മക്കൾ ഒരുമിച്ചിരുന്നിട്ട്, റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഒരൊറ്റ ദുആ പോരെ സഹോദര, നമ്മുടെയൊക്കെ തലമുറകൾ രക്ഷപ്പെടാൻ. എത്ര കോടികൾ കൊടുത്താൽ കിട്ടുമോ? കോടികൾ കൊടുത്താൽ നമുക്ക് കിട്ടുമോ? അപ്പൊ ഇത്രയും വലിയ മഹത്വമുള്ള കാര്യമാണ് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്റെ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കുക. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ. ഈ മുത്തഅല്ലിമീങ്ങളാണ് ഇനി ആലിമീങ്ങളാകേണ്ടത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഒന്നേ ഉള്ളൂ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് കാണും. നമ്മൾ മരിക്കുന്ന സമയം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം, മരണം കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയം ഉറപ്പായിട്ടും കാണും. എത്ര നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി നാം കൊടുത്തിട്ടുണ്ടോ,
ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഉസ്താദേ എന്റെ കയ്യിലുള്ളപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണമല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഞാൻ കൊടുക്കാം എന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യാ തയ്യാറായാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമല്ലോ. എന്തായാലും ഒരു ദിവസം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഒരു മനുഷ്യനും സംശയമില്ലല്ലോ, നമ്മളെല്ലാവരും മരിക്കുമല്ലോ. ആ മരിക്കുന്ന സമയത്ത് فكشفنا عنك غطاءك فبصرك اليوم حديد. ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അസ്രായീൽ എന്ന മലക്കും തന്റെ അനുയായികളും. ഇങ്ങനെ പടച്ചവനെ കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ, അതാ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കുന്നു. അവസാനം തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വന്നു. അവസാനം എല്ലാവരും കൂടെ കൈകാലുകൾ പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. 70 മുതൽ 70,000 മലക്കുകളാണ് കൈകാലുകൾ പിടിച്ചു വെക്കുകയാണ്. അല്ലാഹുവേ, തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന സമയത്ത്, നിലവിളിക്കുന്ന സമയത്ത് മലക്കുകൾ കാണിച്ചു തരികയാണ്. തിരുപ്പരച്ചി ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുത്തവര്, ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്തവര്, ആലിമീങ്ങളെ സ്നേഹിച്ചവര്, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ചവര്, നിങ്ങളും മരിക്കുന്ന സമയത്ത് കാണിച്ചു തരികയാ. വഅബ്സിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു തരും. ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരികയാ. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ, ആ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ആ ഭയാനകമായ ദിവസത്തില് നിന്റെ ഭാര്യക്ക് നിന്നെ വേണ്ട, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ കൂടപ്പിറപ്പിന് നിന്നെ വേണ്ട, നിന്റെ കൂടെ കിടന്നവർക്ക് നിന്നെ വേണ്ട. എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞിട്ട് അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ, ഇവിടെ ഹാഫിളീങ്ങളുണ്ടല്ലോ, അള്ളാന്റെ ഖുർആൻ പഠിച്ച മക്കളുണ്ടല്ലോ, ആ ഖുർആനിന്റെ അർത്ഥം പഠിച്ച മക്കളുണ്ടല്ലോ, ഇവർക്കല്ലേ നീ ഭക്ഷണം കൊടുത്തത്? അള്ളാന്റെ ഖുർആൻ പഠിച്ച മക്കൾ ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. നാളെ ഒരാളും നിന്റെ തിരിഞ്ഞു നോക്കാനില്ലാതെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ മക്കള് വന്നിട്ട് പറയും, വാ വാപ്പ ഞാൻ കൊണ്ടുപോകാം, നിനക്ക് സ്വർഗല്ലേ വേണ്ടേ, ഞാൻ കൊണ്ടുപോകാം. നീ ആരാടാ മോനെ, നീയും ഞാനും തമ്മിലുള്ള ബന്ധമെന്താ, നിന്നെ എനിക്ക് അറിയണില്ലല്ലോ. ഉപ്പാ, നിങ്ങളുടെ നാട്ടില് തൃപ്പനച്ചി ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ തന്നില്ലേ, എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ചില്ലേ? ഇന്ന് റബ്ബ് എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം തന്നിരിക്കുക, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ 300 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹംറഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാ അല്ലാ. പടച്ചവനെ, നന്ദി കെട്ടവരാണ് റഹ്മാനെ, അക്രമികളാണ് റഹ്മാനെ, ദോഷികളാണ് റഹ്മാനെ. അല്ലാഹുവേ, എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ.
നിന്നോട് തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. 100 കൊല ചെയ്തവന് നീ പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പാവങ്ങൾ നീ പൊറുക്കണേ അല്ലാ. നീ ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഇനി ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല അല്ലാ. ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ട് റഹ്മാനെ. നന്നാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് റബ്ബേ, നന്നാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് റബ്ബേ. ഒരവസരം തന്നുകൂടെ അല്ലാ, ഒരവസരം തന്നുകൂടെ അല്ലാ. ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ലാ. അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ അല്ലാ. ഗഫൂറായ അല്ലാ, റഹീമായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, കരുണക്കടലായ അല്ലാ, അടിമയുടെ കണ്ണ് നിറയുന്നത് ഇഷ്ടപ്പെടാത്ത അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താ അല്ലാ. റബ്ബേ, അവര് മണ്ണിനടിയിലും ഞങ്ങൾ മണ്ണിന് മുകളിലുമാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലവാക്കണേ അല്ലാ. അവരുടെ ഖബറിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കളും മറന്നില്ലല്ലോ എന്നോർത്ത് ഖബറിൻ്റെ അകത്ത് കിടന്ന് സന്തോഷിക്കണേ അല്ലാ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വീടിനകത്തിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവെ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ അല്ലാ. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ഷാഫിയല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഭാര്യയും മക്കളും ബന്ധുക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ ഞങ്ങളെ നീ എത്തിക്കല്ല. അങ്ങനൊരവസ്ഥ വരെ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മറ്റുള്ളവർക്ക് നീ ഞങ്ങളെ ഒരു ബാധ്യതയാക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാക്കല്ല റബ്ബേ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. കബറടക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, അഹങ്കാരികളാക്കല്ല റബ്ബേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. നന്മ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ റബ്ബേ. ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ.
എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ദഅവത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെയൊക്കെ പൊരുത്തം എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ സ്ഥാപനത്തിന് വേണ്ടി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഉസ്താദന്മാർ, ഇതിൻ്റെ പരിപാലകർ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഓരോ കാൽ ചുവടിനും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, നാളെ പരലോകത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വന്തം കൈകൊണ്ട് ഒളുവെടുത്ത് അവസാനത്തെ വഖത്തും കളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്ക. അല്ലാഹുവേ നിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ആരൊക്കെ ഏറ്റെടുത്തോ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. ശർറു മുസീബത്തുകൾ മാറ്റണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവട അപകടങ്ങൾ തരല്ലേ റബ്ബേ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവേ നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുമ്പോൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ പ്രവാസികളെ നീ കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഈ വൈറസ് രോഗം നീ തുടച്ചു മാറ്റണേ അല്ലാ. ആ പഴയ കാലം ഞങ്ങൾക്ക് തിരിച്ചു തരണേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. ബിദ്അത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ്, നീ ഖബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ.
പടച്ചവനെ റബ്ബേ എൻ്റെ ഭാര്യയെ നീ സ്വാലിഹത്ത് ആക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവൻ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ നീ തരണേ അല്ലാ. വെറും പ്രഭാഷകനാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എൻ്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരു സഹോദരൻ വലിയ ഒരു ടെസ്റ്റ് കഴിഞ്ഞു വളരെ പ്രയാസത്തിലാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ നിന്റെ കരുണയല്ലാതെ വേറെ ഒന്നും ആ കുടുംബത്തിനില്ല റബ്ബേ. നീ കൈവിടല്ലേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ആ കുടുംബത്തിനൊരവസരം നൽകണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ റഊഫിനെയും അതുപോലെ റബ്ബേ അവൻ്റെ ജീവിതത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞു നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. സൈന് വന്ന സഹോദരൻ്റെ കുടുംബത്തിന് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റഫീഖ് എന്ന സഹോദരൻ്റെ സദക്ക നീ സ്വീകരിക്കണേ റഹ്മാനെ. സുൽഫിയുടെ വീടിൻ്റെ പണിയൊക്കെ നീ എളുപ്പത്തിലാക്കണേ റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങളുടെ സഹോദരിമാർ ഉസ്താദെ മറക്കരുത്. ഈ പള്ളി ഈ ഉറൂസിൽ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ശൈഖുനാടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അദബ് വരുത്തല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ നാടിൻ്റെ ഐശ്വര്യമാക്കണേ അല്ലാ. ജനങ്ങളെ നീ ഇതിലേക്ക് അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ ദാറുൽ ഹുദ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളുണ്ട് റഹ്മാനെ. നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ഉസ്താദന്മാരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാൻ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നിവിടെ നിന്നു പിരിഞ്ഞു നാളെ രാവിലെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നെക്കുറിച്ച് പറയുന്ന മജ്ലിസിൽ ഞങ്ങൾ ഇത്ര പേര് ഒരുമിച്ച് കൂടി റഹ്മാനെ. ഞങ്ങൾക്ക് സംരക്ഷണം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ വൈറസ് രോഗത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ പള്ളിയോ ഈ മദ്രസയോ ഈ നാടോ അടച്ചിടുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. ദുആ ചെയ്യുന്ന എന്നിലേക്ക് നീ നോക്കല്ലേ അല്ലാ. ആലിമീങ്ങളുണ്ട് പടച്ചവനെ. ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാനെ. ഹാഫിളീങ്ങളുണ്ട് റഹ്മാനെ. മുതഅല്ലിമീങ്ങളുണ്ട് റഹ്മാനെ. സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട് റഹ്മാനെ. പ്രായമുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാനെ. രോഗികളുണ്ട് റഹ്മാനെ. കുട്ടികളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ 40 പേരിൽ കൂടുതലുണ്ട് റഹ്മാനെ. സദക്ക ചെയ്ത സദസ അല്ലാ. നിന്നെക്കുറിച്ച് പറഞ്ഞ സദസ അല്ലാ. ആരുടെയെങ്കിലും ആമീനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കൈമടക്കുകയാണ് റബ്ബേ. കൈവിടല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه താലിമീങ്ങളുണ്ട് റഹ്മാനെ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ, കുട്ടികളുണ്ട് റഹ്മാനെ, അല്ലാഹുവേ 40 പേരിൽ കൂടുതലുണ്ട് റഹ്മാനെ. സദക്ക ചെയ്ത സദസ അല്ലാഹ്, നിന്നെക്കുറിച്ച് പറഞ്ഞ സദസ അല്ലാഹ്, ആരുടെയെങ്കിലും ആമീനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കൈമടക്കുകയാണ് റബ്ബേ. കൈവിടല്ലേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه